ഇയക്കുനർ ഇമയം അസ്തമിച്ചു. സിനിമയെ ഗ്രാമീണതയുടെ മണ്ണിലേക്ക് ചേർത്തുവെച്ച ഇതിഹാസത്തിന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. സംവിധായകരുടെ കൊടുമുടി ഭാരതി രാജ അന്തരിച്ചു. സിനിമയെന്നാൽ സ്റ്റുഡിയോകളിലെ കൃത്രിമ സെറ്റുകളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ക്യാമറയുമായി ഗ്രാമങ്ങളിലെ പച്ചപ്പിലേക്ക് ഇറങ്ങി നടന്ന ഒരു മനുഷ്യനാണ് ഭാരതി രാജ. അവിടുത്തെ മണ്ണിലെ മനുഷ്യരുടെ നോവും സ്നേഹവും സത്യസന്ധമായി പകർത്താൻ അദ്ദേഹം കാണിച്ച ധൈര്യം തമിഴ് സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ചിരുന്നു. 84 വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ തമിഴ് സിനിമയ്ക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ്. 1977 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചപ്പോൾ തന്നെ ഭാരതി രാജ താനൊരു വിപ്ലവകാരിയാണെന്ന് തെളിയിച്ചിരുന്നു. ഗ്രാമീണ പശ്ചാത്തലം, നാടൻ സംഭാഷണങ്ങൾ, റിയലിസ്റ്റിക് ആയ ആഖ്യാനം എന്നിവ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകതകളായിരുന്നു. അലകൽ ഒയ്വതില്ലയും മൻവാസനൈ, മുതൽ മര്യാദയെ തുടങ്ങിയ ചിത്രങ്ങൾ പ്രണയത്തെ അതിന്റെ തീവ്രതയിലും കാവ്യാത്മകതയിലും അവതരിപ്പിച്ച ക്ലാസിക്കുകളാണ്. ജാതിയും വർഗവും പ്രായവ്യത്യാസങ്ങളും തീർത്ത തടസ്സങ്ങൾക്കിടയിൽ പ്രണയിക്കുന്നവരുടെ പോരാട്ടങ്ങൾ ഭാരതി രാജ തന്റെ ചിത്രത്തിലൂടെ ഒപ്പിയെടുത്തിരുന്നു. തന്റെ അവസാന കാലത്തും പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. മോഡേൺ ലവ് ചെന്നൈ എന്ന ആന്തോളജിയിലെ പറവൈ കൂട്ടി വാഴും മാങ്കൾ എന്ന ചിത്രം ഇതിനൊരു ഉദാഹരണമാണ്. പാരമ്പര്യമായി പ്രണയത്തെ നോക്കിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി ആധുനിക കാലത്തെ പ്രണയത്തിന്റെ സങ്കീർണതകളെ അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്തു. തമിഴ് സിനിമയുടെ ഇതിഹാസ സംവിധായകൻ ഭാരതി രാജയുടെ വിയോഗത്തിൽ പ്രമുഖ താരങ്ങളും സംവിധായകരും ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തന്റെ ജീവിതയാത്രയിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും, പ്രത്യേകിച്ച് മകൻ മനോജ് ഭാരതി രാജയുടെ വിയോഗം അദ്ദേഹത്തെ തളർത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം വരെ കലയോടുള്ള അഭിനിവേശം അദ്ദേഹം കൈവിട്ടിരുന്നില്ല. ഒരു സംവിധായകൻ എന്നതിലുപരി സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിച്ച സിനിമയെ ഗ്രാമങ്ങളിൽ നിന്ന് ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയ ഒരു വഴികാട്ടി കൂടിയായിരുന്നു അദ്ദേഹം. ഇയക്കുനർ ഇമയം, സംവിധായകരുടെ കൊടുമുടി എന്ന് തമിഴ് സിനിമാ പ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഭാരതി രാജ ഇനി ഓർമ്മകളിലെ മായാത്ത അദൃശ്യമായി നമ്മുടെ ഏവരുടെയും മനസ്സുകളിൽ ഉണ്ടാകും.